വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ തികയുന്നതിന് മുൻപുള്ള ഒരു മരണവാർത്ത പുറത്തു വരുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് ഇത്തവണ വാർത്ത വരുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന വാർത്ത ഓരോ മാതാപിതാക്കളെയുമാണ് ഞെട്ടിക്കുന്നതെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഓരോ തവണയും ഇത്തരത്തിൽ വാർത്തകൾ ഓരോന്നും പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് എന്നുകൂടി വെളിപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്ത വരുന്നത് വർക്കല റാത്തിക്കലിൽ 19-കാരിയെക്കുറിച്ചാണ്. നവവധുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാത്തിക്കൽ നാസിയ മൻസിലിൽ നൌഷാദിന്റെയും സഹീറയുടെയും മകളായ വാവ എന്ന് വിളിക്കുന്ന നാസിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം അരങ്ങേറിയത്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും പക്ഷെ നാസിയയുടെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ വാർത്ത. ഇന്നലെ വൈകുന്നേരത്തെ സംഭവം വീട്ടിലെ കിടപ്പുമുറിയിലാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച നാസിയെ ആദ്യം വർക്കലയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത്. നില ഗുരുതരമായതോടെ തന്നെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2 മാസം മുൻപാണ് നാസിയുടെ വിവാഹം നടന്നത്. വളരെയധികം സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നടന്ന ഒരു വിവാഹമായിരുന്നു. എന്നാൽ അത് കലാശിച്ചത് ഇങ്ങനൊരു ആത്മഹത്യയിലാകുമ്പോഴാണ് എല്ലാവർക്കും സങ്കടമായി മാറുന്നത്. 2 മാസം മുൻപ് നാസിയുടെ വിവാഹം നടന്നപ്പോൾ ആഘോഷമായ വീട് ഇപ്പോൾ മരണവാർത്തയിൽ തന്നെ മുങ്ങിയിരിക്കുകയാണ്. ഭർത്താവ് പരവൂർ തെക്കുംഭാഗം സ്വദേശിയായ മാണിക്കഴുകം വീട്ടിൽ അൻസറാണ്. വിവാഹം കഴിഞ്ഞ് 13-ാം ദിവസം പിന്നിട്ടപ്പോഴേക്കുമാണ് അൻസർ ജോലി സംബന്ധമായി കുവൈത്തിലേക്ക് പോയത്. ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന മാനസിക വിഷമത്തെ തുടർന്ന് നാസിയയ്ക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. അങ്ങനെ വീട്ടുകാർ അതിനെ അറിയിച്ചതിനായും പോലീസ് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമായതിനാൽ നിയമ നടപടികളുടെ ഭാഗമായി RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. സംഭവത്തിൽ വർക്കല പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിവാഹത്തിന് ശേഷം എന്തായിരുന്നു അവിടെ നടന്ന പ്രശ്നമെന്നൊക്കെ അന്വേഷണം നടത്തും. പോലീസ് അന്വേഷണം കൃത്യമായി തന്നെ നടത്തും. ഫോണുകളടക്കമുള്ളത് പരിശോധിക്കും. എല്ലാവരുടെയും മൊഴിയെടുക്കും. മൊഴിയിലെ വൈരുദ്ധ്യത്തിലൂടെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമായി മാറിയത് എന്നതുൾപ്പെടെ തന്നെ പരിശോധിക്കും. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ് മാത്രമേ വാർത്തയിൽ കൂടുതൽ അറിയാൻ സാധിക്കും. എന്തിനായിരിക്കാം നാസിയ ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് എന്നതുൾപ്പെടെ തന്നെ അറിയാതെ പോവുകയാണ്. എന്നാൽ നാസിയയ്ക്ക് എന്തായിരുന്നു പ്രശ്നമെന്നും എന്തായിരുന്നു യഥാർത്ഥത്തിൽ മാനസികമായി അലട്ടിയിരുന്നതെന്നും മനസ്സിലാക്കും. ഈ പറയുന്നത് പോലെ ഭർത്താവുമായി അകന്നു കഴിയേണ്ട ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ അത് വലിയ കേസായി മാറില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കൂ എന്നതാണ് അറിയുന്നത്.